നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജോലി വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം കാറിനുള്ളിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച പ്രവാസിക്കെതിരെ ദുബായ് പ്രാഥമിക കോടതിയിൽ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നേപ്പാൾ സ്വദേശിയായ 29-കാരിയെ പീഡിപ്പിച്ചതിന് 31-കാരനായ പാകിസ്ഥാനിയാണ് അറസ്റ്റിലായതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അതേസമയം ഗാർഹിക തൊഴിലാളിയായ യുവതി ജോലി തേടി ഓൺലൈനിൽ പരസ്യം കൊടുത്തിരുന്നു. ഇത് കണ്ട പാകിസ്ഥാൻകാരൻ അയാളുടെ അമ്മയെ നോക്കാൻ സഹായത്തിന് ആളെ വേണമെന്ന രീതിയിൽ യുവതിയെ വിളിക്കുകയായിരുന്നു. ഇതേസമയം ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അമ്മ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാമെന്ന വ്യാജേന ഇയാൾ സ്ത്രീയെ കാറിൽ കയറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് ഷെയ്ഖ് സായിദ് റോഡിലൂടെ വാഹനമോടിച്ച് ഇയാൾ കാറിനുള്ളിൽ വെച്ച് സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയായിരുന്നു. കോവിഡ് വ്യാപനമാണെന്നും ശരീരത്തിൽ തുടരുതെന്നും പലതവണ യുവതി ഇയാളോട് പറഞ്ഞെങ്കിലും കോവിഡ് വൈറസിനെ തനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞ പ്രതി സ്ത്രീയുടെ ശരീരത്തിൽ വീണ്ടും സ്പർശിക്കുകയായിരുന്നു. തുടർന്ന് സ്ത്രീ തന്റെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുകയുണ്ടായി. അതിനുശേഷം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതി ഇവരെ അൽഖുസ് ഏരിയയിൽ ഇറക്കിവിട്ട ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ അമ്മയെ നോക്കാൻ ആളെ വേണമെന്ന രീതിയിലാണ് പ്രതി ആദ്യം വിളിച്ചതെന്ന് യുവതിയുടെ ഭർത്താവ് വ്യക്തമാക്കി. അതേസമയം ദമ്പതികൾ ദുബായ് പോലീസിൽ വിവരം അറിയിക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. യുവതിയുടെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിച്ച ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് ഔദ്യോഗിക രേഖകളിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകൾ പ്രതിക്കെതിരെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുണ്ട്. കേസിലെ അടുത്ത വാദം ഡിസംബർ 20-നാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.